ഗൈസ്, അപ്പം നമ്മുടെ മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. ഒരു ഹ്യൂജ് കിച്ചൺ ഹോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാർട്ട് 2 ആണ് ഇന്ന് ചെയ്യുന്നത്. അടുത്തത് കാണിക്കാൻ പോകുന്നത് കുറച്ച് ലിനൻ ഐറ്റംസും കിച്ചൺ ടവൽസൊക്കെ ആണ്. ഇത് 2 ഓവൻ മിറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് കിച്ചൺ ടവൽസ് ഉണ്ട്. ഇതൊക്കെ സൈസ് കാണിച്ചതാണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് 2, പിന്നെ ഇങ്ങനത്തെ ടവൽസ് ഉണ്ട്. കിച്ചൺ ടവലുണ്ട്. ഇതൊക്കെ ഇത് കുറച്ച് എണ്ണുണ്ട്. പിന്നെ നേരത്തെ കാണിച്ച പോലത്തെ വേറൊരെണ്ണം, പിന്നെ ഈ ഒരെണ്ണം, പിന്നെ ഇത് നമുക്ക് ചൂടുള്ള പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ കുറച്ച് കുഷ്യനായിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇത് കിച്ചൺ കോട്ടാണ്, ആപ്രണിലെ അതാണ് കിച്ചൺ ആപ്രൺ 2 എണ്ണം. ഇത് കിച്ചൺ ടവൽ തന്നെ. ഇത് എത്ര എണ്ണം? 2 എണ്ണം ഉണ്ട്. പിന്നെ ഈ ഒരു ഐറ്റം ഉണ്ട്, ഞാൻ കാണിച്ചു കേട്ടോ. അതിന് മുമ്പേ ഇവിടെ ഇത് ബെഡ്ഷീറ്റാണ്, കിങ് സൈസുള്ള ബെഡ്ഷീറ്റാണ്, വൈറ്റാണ്. ഇതിങ്ങനെ കുറച്ച് ലൈന് വരുന്ന ടൈപ്പാണ്. അപ്പം ഇത് 2 വൈറ്റ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഒരു ബ്രൗൺ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ബെഡ്ഷീറ്റ് വാങ്ങിക്കാനുണ്ട് കേട്ടോ. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റൊക്കെ കുറച്ചുകൂടെ വാങ്ങിക്കാനുണ്ട്. പിന്നെ കുറച്ച് മാറ്റുകളാണ്. ഇതൊരു 3 മാറ്റ് ഉണ്ട്, ചെറുത്, ഡെയിലി യൂസിന് അത് മാറ്റിയിടാനൊക്കെ പറ്റിയിട്ടുള്ള അങ്ങനത്തെ സാധാരണ മാറ്റുകൾ. അതൊരു 3 എണ്ണം. ഇതൊരു 4 എണ്ണം ബ്ലാക്കിൽ വരുന്നുണ്ട്. പിന്നെ സിറ്റ് ഔട്ടിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഇങ്ങനത്തെ 1, പിന്നെ ബാത്റൂമിൽ ഇടാൻ പറ്റിയിട്ടുള്ളത് ഇങ്ങനത്തെ മാറ്റുകളുണ്ട്. ഇത് കിച്ചണിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളത്. ഇത്രയും മാറ്റുകളുമാണ്. ഇനി ഇവിടെ കുറച്ച് ബോക്സിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഐറ്റം വന്നിട്ട് ഇതൊരു കിച്ചൺ റാക്കാണ്. ചെറിയ സൈസാണ്, കാരണം നമ്മുടെ ആ ഒരു സ്ഥലത്തനുസരിച്ചുള്ള ഒരു വലിപ്പം നോക്കി വാങ്ങിച്ചതാണ്. ചെറുതാണ്, കുറച്ച് പാത്രങ്ങളൊക്കെ വെക്കാം, അത്യാവശ്യമുള്ളതൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ഇത് ബ്രൗൺ കളറിലുള്ളതാണ്. ഈ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ. ഇത് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും ബ്ലോഗിലോ അതിലോ എങ്ങനെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇപ്പം ബോക്സിൻ്റെ അകത്താണുള്ളത്. ഇത് പാർട്സ് ആയിട്ടാണുള്ളത്. നമ്മൾ സ്ക്രൂ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലായിടത്തും സ്റ്റീലിൻ്റെ റാക്കാണുള്ളത്, പ്ലേറ്റ് വെക്കുന്ന റാക്ക്. അപ്പോൾ ഒരുപാട് ഷോപ്പിൽ നോക്കിയപ്പോൾ ഒക്കെ സ്റ്റീലിൻ്റെ കിച്ചൺ റാക്കാണുള്ളത്. സ്റ്റീലിൻ്റെ റാക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ കുറേ നോക്കി, പിന്നെ ഹോം സെൻറ്ററിൽ ഒരെണ്ണം കണ്ടു ബ്ലാക്ക്, പക്ഷെ അതിലും സ്റ്റീലിൻ്റെ കുറച്ച് ഇതുണ്ട്. അപ്പം ഫൈനലി ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് ഈ ഒരു ബ്രൗൺ കിച്ചൺ റാക്ക് കിട്ടി. ചെറുതാണ്, പക്ഷേ ഇത് മതി. അത്യാവശ്യം പാത്രങ്ങളും പ്ലേറ്റുകളൊക്കെ കൊള്ളൂ, ഡെയിലി യൂസ് ചെയ്യുന്നതൊക്കെ കൊള്ളൂ. പിന്നെ അവിടെയുള്ള ആ ഒരു ടേബിളിനനുസരിച്ച്, ആ റാക്കിനനുസരിച്ച് ഈ ഒരു സൈസ് തന്നെയാണ് നല്ലത്. അപ്പം എന്തായാലും ഈ ഒരു സംഭവം ഞാൻ വേറെ ഏതെങ്കിലും കാണിച്ചു തരാം. പിന്നെ ബോക്സിലുള്ളത് ഇത് നമ്മുടെ സോപ്പ് ഡിസ്പെൻസറാണ്. നമ്മുടെ ലിക്വിഡില്ലേ, വിമ്മ്, അതിൻ്റെ ഒരു ഡിസ്പെൻസർ. ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലായിടത്തുള്ള തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഒരു സ്പഞ്ച്. നെക്സ്റ്റ് ഇത് ചോപ്പറാണ്. ഈ ചോപ്പർ ഇങ്ങനെ പാർട്സ് ആയിട്ടാണുള്ളത്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല. ഇതിൽ കാണുന്ന പോലെ തന്നെയുള്ള ചോപ്പർ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ചോപ്പ് ചെയ്യുന്നതാണ് വെജിറ്റബിൾസൊക്കെ. ദെൻ ഇത് പത്തിരി പ്രസ്സാണ് ഗൈസ്, എല്ലാ വീട്ടിലും ഉണ്ടാകുന്നത്. ഞാൻ കാണിച്ചു. ഒരു അപ്പച്ചട്ടി, പിന്നെ ഒരു ഉണ്ണിയപ്പച്ചട്ടി. ഇതൊക്കെ നോൺ സ്റ്റിക്കാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സുഖം, അതുകൊണ്ട് നോൺ സ്റ്റിക്ക് വാങ്ങിച്ചു. ദെൻ ഒരു പത്തിരി തവ. ഇത് 3 കണ്ടെയ്നേഴ്സ് ആണ്. നമ്മുടെ കോഫി, ടീ, ഷുഗർ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. അപ്പം ഇതിങ്ങനെ ഒരു ബേജ് കളറിൽ വന്നിട്ടുള്ളതാണ്. ഇവിടെ ടീ എന്ന് എഴുതിയിട്ടുണ്ട്, അതുപോലെ ഇതിന് ഷുഗർ എന്ന് എഴുതിയിട്ടുണ്ട്, ഇതുപോലെ ഒരെണ്ണം കോഫി. അപ്പം നമുക്കിനി കണ്ടെയ്നേഴ്സ് നോക്കാം. ഇത് ഒരു ചെറിയ കണ്ടെയ്നർ. നമുക്ക് എന്താ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, കടുക്, ഉലുവാക്കാൻ പറ്റും, അങ്ങനത്തെ ഐറ്റംസ്. ഇതല്ല, സോ അതിന് ഇതൊക്കെ അടുക്കള എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്, നല്ലൊരു ഭംഗിയല്ലേ, ട്രാൻസ്പെറൻറ്റ്, ഫുള്ള് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അടപ്പും ബോട്ടിലും ട്രാൻസ്പെറൻ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പല സൈസ് ഉണ്ട്. ഒരു സൈസ് ഇത്, ഒരു സൈസ് ഇത്, ദെൻ ഒരു സൈസ് ഇത്, പിന്നെ ഒരു സൈസ് ഇത്.
അപ്പോൾ ഇത്രയും ഇതിൻ്റെ ഒക്കെ കുറേ ഉണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ എല്ലാം എനിക്കിപ്പോൾ എണ്ണ കറക്റ്റ് അറിയില്ല. അത് നമുക്ക് ഗ്രെയിൻസൊക്കെ നിറയ്ക്കുന്ന വീഡിയോ ഉണ്ടാകുമല്ലോ, വീഡിയോ ഉണ്ടാവുമായിരിക്കും, അതിൽ കാണാം. ഗായ്സ്, നമ്മൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗ്ലാസിൻ്റെ ഐറ്റംസ് ആണുള്ളത്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ ഗ്ലാസിൻ്റെ ഐറ്റംസൊക്കെ കാർഡ്ബോർഡിലാക്കി വെച്ചാട്ടോ. ഇതിങ്ങനത്തെ ജാറാണ്. അത് പുറത്തുണ്ട് കുറച്ചെണ്ണം. ഇതിൽ കൊള്ളാത്തത് പുറത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു. ഇങ്ങനത്തെ കുറച്ചധികം ജാറുകളുണ്ട്. നല്ല ഭംഗിയല്ലേ ഈ ഒരു ജാറ്, ഗ്ലാസ് ജാറ്, ഗോൾഡൻ അടപ്പൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട്, അതുണ്ട്. പിന്നെ ഇത് ഉപ്പ് ഭരണിയാണ് കേട്ടോ. ഉപ്പ് ഭരണി, അതുമ്പോൾ കുറച്ച് പ്രിൻ്റ് ഉണ്ട്. അത് അത്ര ശ്രദ്ധിച്ചില്ല വാങ്ങിക്കുമ്പോൾ. എന്നാലും നല്ലൊരു സൈസും നല്ലൊരു മോഡലും കണ്ട് വാങ്ങിച്ചാണ്. പ്രിൻ്റ് ശ്രദ്ധിച്ചില്ല. അപ്പോൾ കല്ലുപ്പ് പൊടിയുപ്പ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഭരണിയുണ്ട്. പിന്നെ ഇതും ഭരണിയാണ്. ഇതിനെന്താ പറയുക, ചീനഭരണി എന്നല്ല ഇങ്ങനത്തെ ഭരണിക്ക് പറയുക. അപ്പം ഇത് ഇങ്ങനത്തെ ഭരണിയാണ്. ഇത് നമുക്ക് പുളി ഇട്ടേക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വാങ്ങിച്ചാണ്. കുറച്ച് വലുതായിപ്പോയോ എന്നൊരു ഡൗട്ട്, സാരമില്ല. പിന്നെ ഇത് നോക്കിയാൽ ഇത് നമുക്ക് പ്രത്യേകിച്ച് യൂസൊന്നുമില്ല, പക്ഷേ നമ്മൾക്ക് എന്താ ഡെക്കർ ഐറ്റമായിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇങ്ങനെ മൂടിയൊക്കെ വരുന്നൊരു ജാറാണ് കേട്ടോ. ഷോക്ക് വേണ്ടി വെക്കാൻ പറ്റിയിട്ടുള്ളതാണ്. കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ഷോക്കും വേണ്ടിയിട്ട് വെക്കാം. കണ്ടോ, ഈ ഒരു ഐറ്റമാണ്. നല്ല കിച്ചണിലൊക്കെ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇത് നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ്സുകളൊരു 30 എങ്ങാനുമാണ്. പിന്നെ ഇതെന്താ, ഇത് എനിക്ക് തോന്നുന്നു ബൗളാണ് തോന്നുന്നു, നോർമൽ വൈറ്റ് ബൗളാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇവിടെ ഉള്ള ഞാൻ ഓൺലൈനൊക്കെ വാങ്ങിക്കുന്ന കാർഡ്ബോർഡ് ബോക്സിൽ വൈറ്റ് വെച്ചാണ്. ഇതിൽ 2 സ്പൂണുണ്ട്. പിന്നെ ഇത് ചെറിയ 2 ബൗളാണ്, എന്ന ടൈപ്പ് ബൗള്. ഇത് അതിൻ്റെ വലിയ സൈസ് ബൗളാണ്, റൗണ്ടിലുള്ളതാണ്, പ്ലെയിൻ ആയിട്ടുള്ളതാണ് കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ളതൊക്കെ എന്നും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഞെറി വരുന്ന ടൈപ്പില്ലേ, അതൊക്കെ മോഡൽ ഔട്ടായതാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വാങ്ങിക്കുമ്പോൾ എല്ലാം സിമ്പിൾ ആൻഡ് ഹമ്പിൾ, ഡിസൈനില്ലാത്ത നോക്കി വാങ്ങിച്ചാൽ നല്ലതാണ്. പിന്നെ ഇവിടെ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് സംഭവം എന്താ വെച്ചാൽ ഓയിൽ ഡിസ്പെൻസറില്ലേ, ഗ്ലാസിൻ്റെ, അതാണ്. നമ്മുടെ ഉപ്പ് കുരുമുളക് ഇടുന്ന ഐറ്റമാണ്. ഇത് ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർഡായിട്ട് വെച്ചതാണ്. അതവിടെ അങ്ങനെ നിൽക്കാം. അത് നമ്മുടെ ഓയിൽ ഡിസ്പെൻസറാണ്. ഇനി ഈ കവറിൽ എന്താണെന്ന് വെച്ചാൽ പ്ലേറ്റാണ്. ചെറിയ പ്ലേറ്റ് ഉണ്ട്, വലിയ പ്ലേറ്റ് ഉണ്ട്. അതൊക്കെ ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വെച്ചതായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ കാണാം. അതാണ് അതിൻ്റെ ഒരു ശരി. പിന്നെ അതാണ് മഗ്. പിന്നെ ഡസ്റ്റ്ബിൻ, ഫുഡ് വേസ്റ്റ്. ഇതിന് ഇങ്ങനെ ഉള്ളിലും ഒരു ബക്കറ്റ് വരുന്ന ടൈപ്പാട്ടോ. പിന്നെ കുറച്ച് ബക്കറ്റ് ഉണ്ട്, ചെറിയൊരു ഡസ്റ്റ്ബിന്ന്. ഇത് ലോണ്ട്രി. ഇതുണ്ടല്ലോ, ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചാണ്. നിങ്ങൾക്ക് ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന റേറ്റാണ്. ഇത് ബക്കറ്റ് സെറ്റാണ്. ബക്കറ്റ് എന്ന് പറയുമ്പോൾ 2 ബക്കറ്റ്, ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ്, പിന്നെ മഗ് ഉണ്ട് 2 2 സൈസിലാണ്. 2 ബക്കറ്റും 2 സൈസിൽ. പിന്നെ ഒരു അടിച്ചുട്ടുവാരുണ്ട്. പിന്നെ ചെറിയൊരു സ്റ്റൂള്, പിന്നെ ബ്രഷ് വെക്കുന്നൊരു ബാസ്ക്കറ്റ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉള്ള ഒരു പ്ലാസ്റ്റിക് സെറ്റാണിത്. ബക്കറ്റ് സെറ്റ്, ഒരു ബാത്റൂം സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതാ ബാത്റൂം സെറ്റ്. അപ്പോൾ ബേജ് കളറിൽ, ഈ ഒരു കളറിലുള്ളതാണ്. അതൊക്കെ അതിൽ സേഫ് ആൻഡ് സെക്യൂർ ആണ്. അതുകൊണ്ട് നമ്മളതൊന്നും ഓപ്പൺ ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ ലോണ്ട്രി ബാസ്ക്കറ്റ് ഉണ്ട്. പിന്നെ അവിടെ കുറച്ച് നമ്മുടെ ഫൈബർ ഐറ്റംസ് ആണ്. എനിക്ക് ഫൈബർ ഐറ്റംസ് ആണ് കൂടുതൽ ഇഷ്ടം. കാരണം നമ്മൾ കിച്ചണിൽ വെച്ചാലും നല്ലൊരു ഭംഗിയാണ്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ്. സെറാമിക്കും മറ്റ് പൊട്ടുന്ന ഐറ്റംസിനെക്കാട്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ ഫൈബർ ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറേ കുഞ്ഞ് സ്പൂണുകളുണ്ട്. പിന്നെ ഇങ്ങനത്തെ ചെറിയ ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരുന്ന ഒരു ബൗളെന്ന് വേണേൽ പറയാം, അതുണ്ട്. പിന്നെ 2 കത്തി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കണ്ടെയ്നർ വന്നിട്ട് പപ്പടം ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചോ. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ചെറിയ ബൗൾ, അച്ചാറുകൾ, സാലഡ്സൊക്കെ ആക്കി ചെറുത് ബ്ലാക്കിലുണ്ട്. ഇത് പിന്നെ കുറച്ച് വലിയ സൂപ്പ് ബൗൾ എന്ന് പറയുന്ന അങ്ങനത്തെ ബൗളാണ്, ബ്ലാക്ക്. എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള പാത്രങ്ങൾ. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല ബ്ലാക്ക്.
എനിക്ക് എന്തായാലും ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനത്തെ ഈ ഒരു ഷേപ്പിൽ വരുന്ന ബൗളുകളുണ്ട്. പിന്നെ കുറച്ച് ഫൈബറിൻ്റെ നോർമൽ ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള പ്ലേറ്റ്സും ആണ്. ഇതാകുമ്പോൾ കാണാനൊരു ഭംഗിയായിരിക്കും. കിച്ചണൊക്കെ നമ്മൾ സ്റ്റീലൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നതിനെക്കാട്ടി പകരം ഈ ഫൈബർ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഇവിടെ കുറച്ച് കോരികളുണ്ട്. പിന്നെ 2 ട്രേ ഉണ്ട്. അവിടെ ഒരു കോരിയുണ്ട്. അതൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾക്ക് ഈ ഒരു സെക്ഷൻ വന്നു കഴിഞ്ഞാൽ ക്ലീനിങ് ഐറ്റംസ് ആണ്. അതിൽ ക്ലീനിങ് ഐറ്റംസിൽ ഇവിടെ ഒരു പാര ഉണ്ട്. അത് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ പെട്ടതല്ല. എങ്കിലും ഒരു പാര വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കൊടുവാൾ വാങ്ങിക്കേണ്ടി വരും. അതേതായാലും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ കുറേ നിരനിരയായി വരിയായി കുറേ ബാത്റൂം ബ്രഷുകളുണ്ട്. അപ്പം ഇതൊക്കെ അവിടേക്കുള്ളതിനാണ് കേട്ടോ. ഇത് ബാത്റൂം, ഇത് ക്ലോസറ്റൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അതല്ലാതെ ബാത്റൂം ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ എയർ ഇതാക്കിയിട്ട് വെള്ളം കെട്ടിന്നാലൊക്കെ അങ്ങനെ ഇതാക്കി പൊക്കില്ല, ആ ഒരു സംഭവം. പിന്നെ ഇങ്ങനത്തെ ഒരു ക്ലീനിങ് ബ്രഷ്. പിന്നെ ഇത് ഫുഡ് ബ്രഷാണ്. ഇത് നമ്മുടെ ഡ്രസ്സിനൊക്കെ കോളർ ബ്രഷ്. ഇത് നമുക്ക് ബാത്റൂമൊക്കെ കഴുകാൻ പറ്റിയൊരു ബ്രഷ്. പിന്നെ ഇത് സിങ്ക് വാഷ് ബേസൊക്കെ കഴുകാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ ചെറിയ കുറച്ച് ബ്രഷുകൾ. പിന്നെ ഹാങ്ങർ ഉണ്ട് കുറച്ച് ബ്ലാക്കിൽ. പിന്നെ റോപ്പുണ്ട്. പിന്നെ ഇത് ബ്രഷാണ് ബാത്റൂമൊക്കെ കഴുകാൻ പറ്റിയ കുറച്ച് നീളമുള്ള ടൈപ്പ് ബ്രഷ്. ഇത് വൈപ്പർ. പിന്നെ നമുക്ക് ടൈലൊക്കെ കഴുകാൻ പറ്റിയിട്ടുള്ളൊരു ബ്രഷ്. ഒരു മോപ്പ്. പിന്നെ ഒരു മാറാല തട്ടി. ഈ മോപ്പിന് പകരം മറ്റേ മോപ്പും വാങ്ങണം കേട്ടോ. പിന്നെ 2 ചൂല് അവിടെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ചൂല് വാങ്ങിക്കാണ്ട്. പിന്നെ മറ്റേ ബക്കറ്റുള്ള റൗണ്ടിലുള്ള മോപ്പില്ലേ, അതും വാങ്ങിക്കാണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി അല്ലറ ചില്ലറ കുറച്ച് ഐറ്റംസ് കൂടെ വാങ്ങിക്കാണ്ട്. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഗ്ലാസിൻ്റെ കുറച്ച് ജാർസ് ആണ് കേട്ടോ. ഒരു 3 ജാറിന് അടിച്ചിടാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്ലാക്ക് ഭരണി കണ്ടപ്പോൾ അത് ഉപ്പിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു. പിന്നെ പുളിയിടാൻ അതിൻ്റെ ചെറുതും വാങ്ങിച്ചിട്ടോ. അപ്പോൾ മറ്റേതും ഉണ്ട്, ഇതും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കുറച്ച് മൺപാത്രങ്ങൾ, കലം, അതിൻ്റെ മൂടി, പിന്നെ ഒരു ചീനച്ചട്ടി പോലുള്ളത്, അങ്ങനത്തെ കുറച്ച് മണ്ണിൻ്റെ പാത്രങ്ങൾ. പിന്നെ വാങ്ങിച്ചതൊരു ഫൈബറിൻ്റെ ഒരു ബേജ് കളറിലുള്ളൊരു കുറച്ച് വലിയൊരു സൈസുള്ള ട്രേ ആണ്. പിന്നെ ഒരു ഗ്ലാസിൻ്റെ സ്റ്റാൻഡ് ഗോൾഡൻ കളറിലുള്ളത്. പിന്നെ കുറച്ച് ഒരു വലിയ ചട്ടകം, ഒരു ബ്രഷ്, അങ്ങനത്തെ അലുമിനിയം പാത്രം, ചെറിയൊരു ചെമ്പ്, പിന്നെ അതിൻ്റെ വലിയൊരു ചെമ്പ്, പിന്നെ ഒരു ഉരുളിയാണ് ഇത്. അതിൻ്റെ വലിയ ചെമ്പ്, അതിൻ്റെ വലിയ ചെമ്പ്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ചീനച്ചട്ടികൾ പല വലുപ്പത്തിൽ. പിന്നെ സാദാ ചെമ്പ്, പിന്നെ ചെറിയ ചെമ്പ്, അതൊക്കെ തന്നെ അലുമിനിയം. പിന്നെ കോമൺ ആയിട്ടുള്ള കുറച്ച് അലുമിനിയം പാത്രങ്ങളും ഉണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് വാങ്ങിച്ചിട്ടില്ല. കൂടുതൽ മീൻസ് വലുത് വാങ്ങിച്ചിട്ടില്ല, ചെറുതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മൂടുകളോ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. വലുത് വാങ്ങിക്കാത്ത എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കാലത്ത് ആ വലുതിന് യൂസേജ് വളരെ കുറവാണ്. വെറുതെ വാങ്ങി വെക്കാന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിൻ്റെ സ്പേസും പോവും, ക്യാഷും പോവും. ഒരു ഉപയോഗം അതിനോണ്ടില്ല. കാരണം ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ വാങ്ങിച്ചാൽ അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് ക്ലീൻ ആക്കി വെക്കുക, അല്ലാതെ പ്രത്യേകിച്ച് അതിനോടൊരു യൂസ് ഇല്ല. അതുകൊണ്ട് തന്നെ വലുതിന് പകരം നമ്മൾ കുറേ ചെറുതാണ് വാങ്ങിച്ചിട്ടുള്ളത്. വലുത് അനാവശ്യമായിട്ട് വാങ്ങണ്ട വിചാരിച്ചിട്ട് അത് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറുത് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ളതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു ഹ്യൂജ് ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെന്താ, പിന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ വാങ്ങിക്കാമെന്നുണ്ടെങ്കിൽ വേറെ വീഡിയോയിൽ പറ്റുകയെന്നുണ്ടെങ്കിൽ കാണിക്കാം. ഇൻഷാ അല്ലാഹ് ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ഫുൾ വീഡിയോസും എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അറേഞ്ച് ചെയ്യുന്ന ഓർഗനൈസിങ്, ഈ കണ്ടെയ്നേഴ്സിലൊക്കെ ഐറ്റംസൊക്കെ ഫില്ല് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പക്ഷേ എനിക്കൊരു കാര്യം, വ്ളോഗ് എടുക്കാൻ പറ്റില്ല. ഫോണിൽ സ്റ്റോറേജ് വളരെ കുറവാണ്. സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ട് വേണം ഞാൻ അതൊക്കെ വീഡിയോ എടുക്കണമെങ്കിൽ. അപ്പം നടക്കുമെന്നറിയില്ല. അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.